DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 10 ഞായർ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. അടുത്തറിയിപ്പ്: AI ക്യാമറ കണ്ടെത്തിയ നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് 1,00,000-ലേറെ പേരാണ് ഇനിയും പിഴ അടക്കാൻ ബാക്കിയുള്ളതെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തലെത്തിയിരിക്കുകയാണ്. പിഴത്തുക പകുതിയായി കുറച്ച് കേസുകൾ അവസാനിപ്പിക്കാൻ ഇ-ചലാൻ അദാലത്തിലൂടെ സർക്കാർ അവസരം നൽകിയെങ്കിലും പകുതിയിലധികം ആളുകളും ഇത് പ്രയോജനപ്പെടുത്തിയില്ലെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിലയിരുത്തൽ. ഇവർക്കെതിരെ കർശന നടപടിയിലേക്ക് കടക്കാനാണ് നീക്കം. ഇത്രയും വലിയ ഇളവ് നൽകിയിട്ടും പിഴ അടയ്ക്കാൻ തയ്യാറാകാത്തവരുടെ വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനാണ് അധികൃതരുടെ തീരുമാനം. ബ്ലാക്ക് ലിസ്റ്റ് ആയതിനാൽ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ്, ടാക്സ് അടക്കമുള്ള സേവനങ്ങൾ ലഭിക്കില്ല. തുക പൂർണ്ണമായും അടച്ചു തീർത്താൽ മാത്രമേ വാഹനത്തെ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കൂ. മറ്റൊരറിയിപ്പ്: മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിദ്യാസമുന്നതി സ്കോളർഷിപ്പ് പദ്ധതിയുടെ ഗുണഭോക്തൃ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹൈസ്കൂൾ തലം മുതൽ PG വരെയുള്ള വിവിധ കോഴ്സുകൾക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഫോണിലേക്ക് സന്ദേശം വരാത്തവർ കോർപ്പറേഷന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് തങ്ങളുടെ ആപ്ലിക്കേഷൻ ID ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. അടുത്ത അറിയിപ്പ്: ഡിജിറ്റൽ ഇടപാടുകൾ സർവ്വസാധാരണമായ ഇന്നത്തെ കാലത്ത് UPI വഴിയുള്ള പണമിടപാടുകളിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഒരാൾ ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിച്ചിട്ടുള്ള വാർഷിക വരുമാനത്തേക്കാൾ വലിയ തുക UPI വഴി ചിലവഴിക്കുകയോ കൈമാറുകയോ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ആദായനികുതി വകുപ്പിന്റെ കർശനമായ നിരീക്ഷണത്തിനും തുടർന്ന് നോട്ടീസുകൾക്കും അത് കാരണമായേക്കാം. ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾ ആദായനികുതി വകുപ്പിന്റെ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അതിനാൽ ഓരോ നികുതിദായകനും തങ്ങളുടെ AIS കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുന്നത് പൊരുത്തക്കേടുകൾ ഒഴിവാക്കാൻ സഹായിക്കും. സമ്മാനങ്ങളായോ വായ്പകളായോ ലഭിക്കുന്ന തുകയോ പഴയ സമ്പാദ്യമോ ആണ് ഇത്തരം വലിയ ചിലവുകൾക്കായി ഉപയോഗിക്കുന്നതെങ്കിൽ അവ തെളിയിക്കുന്നതിന് ആവശ്യമായ കൃത്യമായ രേഖകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും കൈവശം വെക്കേണ്ടത് അനിവാര്യമാണ്. സാമ്പത്തിക സുതാര്യത ഉറപ്പുവരുത്തുന്നതിലൂടെ ആദായനികുതി വകുപ്പിൽ നിന്നുള്ള അനാവശ്യ നിയമ നടപടികൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. അടുത്ത അറിയിപ്പ്: പ്രതിമാസം 1000 രൂപ വീതം ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ അപേക്ഷാ നടപടികൾ നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണത്തിൽ തടസ്സം നേരിട്ടെങ്കിലും ഇതുടൻ പരിഹരിക്കപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസത്തെ കുടിശ്ശികയും മെയ് മാസത്തെ വിഹിതവും ചേർത്ത് 2000 രൂപ ഈ മാസം അർഹരായവരുടെ അക്കൗണ്ടുകളിൽ എത്തും. ഏപ്രിൽ മാസത്തെ തുക ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ വിതരണം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. മുൻ സർക്കാർ കൊണ്ടുവന്ന ഈ പദ്ധതി പുതിയ മന്ത്രിസഭയുടെ കീഴിൽ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും നിലവിൽ BPL വിഭാഗത്തിന് മാത്രമുള്ള ആനുകൂല്യം APL കാർഡുടമകൾക്കും കൂടി ലഭ്യമാക്കാൻ ആലോചനയുണ്ടെന്നും സൂചനകൾ എത്തുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.